നവജാത ശിശു മരിച്ച സംഭവത്തെ തുടർന്ന് കുറത്തിക്കുടിയിലെ ദമ്പതികളെ സന്ദർശിച്ച് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അത്യന്തം വേദനാജനകമായ സംഭവമായി പോയെന്നും ഇക്കാര്യത്തിൽ ഡോക്ടർമാരുടെയും ബന്ധപ്പെട്ടവരുടെയും വീഴ്ച സംബന്ധിച്ച് ഗുരുതര ആരോപണം നിലനിൽക്കുന്നു. വകുപ്പ് തലത്തിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. സർക്കാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാത്തത് അങ്ങേയറ്റം പ്രതിഷേധകരമാണെന്നും കുടുംബത്തിന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനുള്ള ഇടപെടൽ നടത്തേണ്ടതാണെന്നും സന്ദർശന ശേഷം എം പി പ്രതികരിച്ചു. നവജാത ശിശു മരിച്ച സംഭവം ഏറ്റവും വേദനാജനകമാണെന്ന് ദമ്പതികളെ സന്ദർശിച്ച ശേഷം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു. താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും ആവശ്യമായ പരിചരണം കൊടുക്കാത്ത സാഹചര്യത്തിലാണ് ദുരവസ്ഥയുണ്ടായതെന്നും സന്ദർശന ശേഷം എം പി പ്രതികരിച്ചു. താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുറത്തിക്കുടിയിൽ നിന്നും വന്ന ആദിവാസി സഹോദരിക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായത് അങ്ങേയറ്റം വേദനാജനകമാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ അനുവദിക്കരുതായിരുന്നു. താലൂക്ക് ആശുപത്രി അതിരുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചും ഡോക്ടർമാർ ശ്രദ്ധിക്കാതെ അവർക്ക് ആവശ്യത്തിനുള്ള പരിചരണം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഈ ദുരവസ്ഥ ഉണ്ടായത് എന്നുള്ളത് വസ്തുതാപരമായി അവരെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ അവരെ സന്ദർശിച്ചു. അവർ പറഞ്ഞതനുസരിച്ച് പ്രസവ വേദനയ്ക്ക് തുല്യമായ തരത്തിൽ ബുദ്ധിമുട്ടുമായിട്ടാണ് ആദ്യത്തെ ദിവസം ആശുപത്രിയിൽ എത്തിയത്. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം വേണ്ടത്ര കരുതൽ കൊടുക്കാതെ തുടർന്നുള്ള ദിവസങ്ങളിൽ വരാൻ പറഞ്ഞവരെ ഒഴിവാക്കുകയാണ്. ഇവിടെ ആവശ്യത്തിന് സൗകര്യങ്ങളില്ല എങ്കിൽ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്കോ ഇനി അതല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് ആശുപത്രികളിലേക്കോ റെഫർ ചെയ്ത് വിടാനുള്ള സാവകാശം ധാരാളം ഉണ്ടായിരുന്നു. അത് ഉപയോഗപ്പെടുത്താതെ ഈ ഒരു തരത്തിൽ കൈയൊഴിഞ്ഞ് വിടുന്ന അല്ലെങ്കിൽ പിന്നീട് പ്രസവ വേദന ആയതിനു ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങേയറ്റം കുറ്റകരമായ ഒരു അനാസ്ഥയാണ് ആ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പ്രസവവേദനയ്ക്ക് തുല്യമായ ബുദ്ധിമുട്ടോടെയാണ് സ്ത്രീ ആശുപത്രിയിലെത്തിയത്. ആവശ്യമായ കരുതൽ കൊടുക്കാതെ തുടർന്നുള്ള ദിവസങ്ങളിൽ വരാൻ നിർദ്ദേശിച്ചു. സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്കോ മറ്റിടങ്ങളിലേക്കോ റഫർ ചെയ്ത് വിടാനുള്ള സാഹചര്യമുണ്ടായിട്ടും വീട്ടിലേക്ക് തിരിച്ചയച്ചു. ഇത് അങ്ങേയറ്റം കുറ്റകരമായ അനാസ്ഥയാണെന്നും എം പി പറഞ്ഞു. തുടർന്ന് ബുദ്ധിമുട്ടായ അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തുകയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും കുഞ്ഞു മരണപ്പെടുകയുമായിരുന്നു. കുറത്തിക്കുടി പോലുള്ള വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ആശുപത്രിയിലെത്താനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുക്കേണ്ടതായിരുന്നു. ഇക്കാര്യത്തിൽ ഡോക്ടർമാർക്കും ബന്ധപ്പെട്ട ജീവനക്കാർക്കും ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന ആക്ഷേപം നിലനിൽക്കുന്നു. പാവപ്പെട്ട സ്ത്രീയും കുടുംബവും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സമയമേറെ വൈകുകയും തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇക്കാര്യത്തിൽ ഡോക്ടർമാർക്കും ബന്ധപ്പെട്ട ആളുകൾക്കും സംഭവിച്ചിട്ടുള്ള വീഴ്ച സംബന്ധിച്ച് ഗുരുതരമായ ആക്ഷേപം നിലനിൽക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ സർക്കാർ ഇതുവരെയും യാതൊരു തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധകരമാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ആ കുടുംബത്തെ പൂർണ്ണമായി സംരക്ഷിക്കാനും അവർക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ സർക്കാർ ഭാഗത്തു നിന്ന് നടത്തേണ്ടതുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നു. വകുപ്പ് തലത്തിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. സർക്കാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാത്തത് അങ്ങേയറ്റം പ്രതിഷേധകരമാണെന്നും എം പി പറഞ്ഞു. കുടുംബത്തെ പരിഗണിക്കുകയും ഭാവി ജീവിതം സുരക്ഷിതമാക്കാനുള്ള ഇടപെടൽ നടത്തേണ്ടതാണെന്നും എം പി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അടിമാലി.